Question number 9. Question number 9, matrices and determinants എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് തന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിയാണല്ലോ? നമുക്കറിയാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ കൺസിസ്റ്റൻസി, ഇൻകൺസിസ്റ്റൻസി ഒക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ നമുക്ക് വേണ്ടത്. എനിവേ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളിലും ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസിനെ പറ്റിയൊക്കെയല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസിനെ പറ്റിയൊക്കെ നമുക്കറിയണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഏതാ? ഡിറ്റർമിനൻ്റ് എയുടെ കാര്യമാണ്. ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ ഡിറ്റർമിനൻ്റ് അഥവാ ഡെൽറ്റ യൂസ് ചെയ്യുന്നു. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് NCERT ബുക്കിൽ തന്നിരിക്കുന്ന മെത്തേഡ് മാട്രിക്സ് മെത്തേഡാണ്. പക്ഷേ മാട്രിക്സ് മെത്തേഡിൽ മാട്രിസസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്നതുണ്ട്. അതേപോലെ തന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ആ മെത്തേഡ് അല്ല യൂഷ്വലി ഫോളോ ചെയ്യുന്നത്. നമ്മളിവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത് ക്രാമേഴ്സ് റൂളാണ്. അപ്പോൾ ക്രാമേഴ്സ് റൂൾ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ശരിയല്ലേ? അപ്പോൾ ക്രാമേഴ്സ് റൂൾ അനുസരിച്ച് നമുക്ക് സൊല്യൂഷനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റയാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഡിറ്റർമിനൻ്റ് അല്ലേ. എന്താ ഡിറ്റർമിനൻ്റ്? തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ ഡിറ്റർമിനൻ്റ് ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്താൽ അവിടെ കോഎഫിഷ്യൻസ് 1 1 1, രണ്ടാമത്തെ ഇക്വേഷൻ എടുത്താൽ 1 2 2 ലാംഡ, മൂന്നാമത്തെ ഇക്വേഷൻ എടുത്താൽ 1 3 4 ലാംഡ സ്ക്വയർ അല്ലേ മക്കളെ? അല്ലേ? യെസ്. അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 4 ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 1 എന്ന് കിട്ടത്തില്ലേ? അതായത് ഇതിനെ വീണ്ടും എനിക്ക് 2 ലാംഡ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് 0 ആകണമെങ്കിൽ 2 ലാംഡ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ 0 ആകണ്ടേ? അതായത് ലാംഡ എന്ന് പറയുന്നത് എന്താകണം? 1/2 ആകണം. അപ്പം ലാംഡ 1/2 ആണെങ്കിൽ മാത്രമാണ് ഡെൽറ്റ എന്താകുന്നത്? 0 ആകുന്നത്. അപ്പം ലാംഡ 1/2 അല്ലെങ്കിൽ ഡെൽറ്റ 0 അല്ല. നമുക്കറിയാം ക്രാമേഴ്സ് റൂൾ അനുസരിച്ച് ഡെൽറ്റ 0 അല്ലാതെ വന്നാൽ അത് കൺസിസ്റ്റൻ്റ് ആണ്, അഥവാ സൊല്യൂഷൻ ഉണ്ട്. മാത്രമല്ല എത്ര സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക? ഒരൊറ്റ സൊല്യൂഷനേ ഉണ്ടാവുകയുള്ളൂ, യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 4 നോക്കി. ഓപ്ഷൻ 4ൽ പറഞ്ഞിരിക്കുന്നു ലാംഡ നോട്ട് ഈക്വൽ ടു 1/2 ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെന്ന്. അത് ശരിയാണല്ലോ. കാരണം നമുക്കിപ്പോൾ മനസ്സിലായി ലാംഡ നോട്ട് ഈക്വൽ ടു 1/2 ആണെങ്കിൽ ഡെൽറ്റ എന്താകില്ല? 0 ആകില്ല. ഡെൽറ്റ 0 ആകുന്നില്ലെങ്കിൽ അത് എന്തിൻ്റെ കാര്യമാണ്? നമ്മുടെ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ഉള്ളതിൻ്റെ കാര്യമാണ്. അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെന്ന് ഉറപ്പല്ലേ? അപ്പോൾ ഓപ്ഷൻ 4 കറക്റ്റാണ്. ശരിയല്ലേ? ഓപ്ഷൻ 4 കറക്റ്റാണ്. അതുകൊണ്ട് അത് ആൻസർ അല്ലല്ലോ. നമുക്ക് തെറ്റായ ഓപ്ഷൻ ഏതെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. യെസ്. ഇനി അതേപോലെ ഓപ്ഷൻ 1ലേക്ക് വന്നേ. ഓപ്ഷൻ 1ൽ പറഞ്ഞിരിക്കുന്നു ലാംഡ നോട്ട് ഈക്വൽ ടു 1/2. അപ്പോൾ ലാംഡ നോട്ട് ഈക്വൽ ടു 1/2 ആണെങ്കിൽ നമുക്കിവിടെ അറിയാം ഡെൽറ്റ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 അല്ലേ? ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 എന്ന് വന്നാൽ നമ്മൾ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ആ സൊല്യൂഷൻ ഉണ്ട്, കൺസിസ്റ്റൻ്റ് ആണ്. മാത്രമല്ല എത്ര സൊല്യൂഷൻസേ ഉള്ളൂ? ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, യുണീക്ക് സൊല്യൂഷനാണ്. അതല്ലേ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മ്യൂവിന് ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഇത് ശരിയാകും. സോ ഓപ്ഷൻ 1ഉം കറക്റ്റ് അല്ലേ? അപ്പോൾ ലാംഡ നോട്ട് ഈക്വൽ ടു 2 ആണെങ്കിൽ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത് ശരിയായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ 1ഉം കറക്റ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ 2ഉം 3ഉം അല്ലേ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഓപ്ഷൻ 2ഉം 3ഉം എടുത്താൽ ലാംഡ ഈക്വൽ ടു 1/2 വരുന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ലാംഡ ഈക്വൽ ടു 1/2 ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ ഈക്വൽ ടു 0 ആണല്ലോ. ഡെൽറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ ഒന്നുകിൽ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ലാതിരിക്കാം, അതല്ലെങ്കിൽ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരാം. ഈ 2 കേസുകളല്ലേ വരുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 ഒക്കെ കണ്ടുപിടിച്ച് നോക്കണം അല്ലേ? എന്താ ഡെൽറ്റ 1 എന്ന് പറയുന്നത്? ഡെൽറ്റ 1 കിട്ടണമെങ്കിൽ ഡെൽറ്റയ്ക്കകത്തെ ഫസ്റ്റ് കോളം ഒക്കെ മായ്ച്ചിട്ട് അവിടെ നമ്മൾ എന്ത് എഴുതി വെക്കണം? കോളം ഓഫ് കോൺസ്റ്റൻസ് എഴുതി വെക്കണം. നമ്മുടെ സിസ്റ്റത്തിൽ കോൺസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ 3 വാല്യൂസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് ഈ കോൺസ്റ്റൻസ് എഴുതി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ 1 കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഡെൽറ്റയിലെ ഫസ്റ്റ് കോളം അങ്ങ് മാറ്റിയിട്ട് അവിടെ ഈ കോൺസ്റ്റൻറ്റുകൾ എഴുതി വെച്ചു. 4 മ്യൂ, അതുപോലെ 10 മ്യൂ, അതുപോലെ മ്യൂ സ്ക്വയർ പ്ലസ് 15 അല്ലേ? ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ഇനി സെക്കൻഡ് കോളത്തിനോ തേർഡ് കോളത്തിനോ ഒന്നും യാതൊരു മാറ്റവും നമ്മൾ വരുത്തുന്നില്ല. 4 ലാംഡ സ്ക്വയർ കണ്ടോ? ക്ലിയർ അല്ലേ മക്കളെ? വിച്ച് ഈസ് ഈക്വൽ ടു, പക്ഷെ നോക്കിയാൽ ലാംഡ 1/2 എന്ന് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാംഡ ഉള്ളിടത്തൊക്കെ എനിക്ക് 1/2 ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് 4 mu 10 mu അല്ലേ, അതുപോലെ mu സ്ക്വയർ പ്ലസ് 15 ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം 1 2 3, തേർഡ് കോളം നോക്കി ലാംഡയ്ക്ക് 1/2 കൊടുത്താൽ തേർഡ് കോളം 1 1 1 എന്നാകത്തില്ലേ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ശരിയാണല്ലോ. ഇനി ഇത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക mu മൈനസ് 15 ഇൻറ്റു 1 മൈനസ് mu എന്നായിരിക്കും. അപ്പോൾ Δ1 കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായി ഈ Δ1 എന്ന് പറയുന്നത് 0 ആകണമെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ 15 ആകാം, അതല്ലെങ്കിൽ 1 ആകാം. ശരിയല്ലേ? മ്യൂ ഒന്നുകിൽ 15 ആകണം, അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്നത് എന്താകണം? 1 ആകണം. അങ്ങനെ ആണെങ്കിലാണ് Δ1 എന്താകുന്നത്? 0 ആകുന്നത്. ശരിയല്ലേ? പക്ഷേ Δ1ൻ്റെ കാര്യം മാത്രം കൊണ്ട് നമുക്ക് കൺസിസ്റ്റൻസിയോ ഇൻകൺസിസ്റ്റൻസിയോ പറയാൻ സാധിക്കില്ല. Δ2 Δ3 ഒക്കെ വേണം. അപ്പോൾ ഞാൻ Δ2 കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ. Δ2 ഇസ് ഈക്വൽ ടു, Δ2 വേണമെങ്കിൽ ഡെൽറ്റയ്ക്കകത്തെ സെക്കൻഡ് കോളം മാറ്റിയിട്ട് അവിടെ നമ്മൾ എന്താ കോളം ഓഫ് കോൺസ്റ്റൻസ് ആക്കണം. അപ്പോൾ ഡെൽറ്റ അത് അവിടെയുണ്ട്. ഡെൽറ്റയിലെ ഫസ്റ്റ് കോളം 1 1 1 ആണ്. ഞാൻ സെക്കൻഡ് കോളം മാറ്റിയിട്ട് അവിടെ നമ്മുടെ കോളം ഓഫ് കോൺസ്റ്റൻസ് എഴുതുന്നു. 4 mu, അതുപോലെ തന്നെ 10 mu ഉണ്ട് അല്ലേ. പിന്നെന്താ വന്നിരുന്നത്? mu സ്ക്വയർ പ്ലസ് 15. അപ്പോൾ ഇതാണ്. ഇനി തേർഡ് കോളം മാറ്റമൊന്നും വരുത്തുന്നില്ല. തേർഡ് കോളം ഏതാ? 1 2 ലാംഡ 4 ലാംഡ സ്ക്വയർ ആണ്. പക്ഷെ നമുക്കറിയാം ലാംഡ 1/2 എന്നാണല്ലോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാംഡയ്ക്ക് 1/2 കൊടുത്താൽ അത് 1 1 1 എന്നാകുമല്ലോ. ഈ ഡിറ്റർമിനന്റ് നോക്കിയാൽ ഇതിൻ്റെ ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളവും ഐഡന്റിക്കൽ അല്ലേ? അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ഈക്വൽ ടു എന്താ? 0 ആയിരിക്കില്ലേ? പക്ഷേ ഈ Δ2 0 ആയത് ഒരിക്കലും മ്യൂവിൻ്റെ എന്തെങ്കിലും കാര്യം കൊണ്ടല്ല. ശരിയല്ലേ? മ്യൂവിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ Δ2 0 ആയത്. ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളവും ഐഡൻറ്റിക്കൽ ആയതിൽ മ്യൂവിന് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് Δ2 0 ആകണമെങ്കിൽ മ്യൂ എന്താകണം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? മ്യൂ എന്ന് പറയുന്നത് ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. എനി വാല്യൂ ഫോർ മ്യൂ അല്ലേ? മ്യൂവിൻ്റെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും Δ2 0 ആണ്. ശരിയല്ലേ? ഇനി നമുക്ക് Δ3യുടെ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കാം. Δ3 ഡെൽറ്റയ്ക്കകത്തെ തേർഡ് കോളം മാറ്റിയിട്ട് അവിടെ കോളം ഓഫ് കോൺസ്റ്റൻസ് ആക്കുക. ഡെൽറ്റയിലെ ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് 1 1 1 ആണ്. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് 1 2 3 ആണ്. ഇനി മൂന്നാമത്തെ കോളമായിട്ട് നമ്മൾ 4 mu, അതുപോലെ തന്നെ 10 mu, അതുപോലെ mu സ്ക്വയർ പ്ലസ് 15 കൊടുത്തു. കണ്ടോ? ശരിയല്ലേ മക്കളെ? പക്ഷേ ഇത് Δ1 തന്നെയല്ലേ? Δ1 തന്നെയാണ്. Δ1ലും ഇങ്ങനെ തന്നെയല്ലേ വന്നിരിക്കുന്നത് അല്ലേ? കോളംസ് ഒന്ന് മാറിയിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. Δ1നകത്തെ ഫസ്റ്റ് കോളവും അതുപോലെ തന്നെ ലാസ്റ്റ് കോളവും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Δ3 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് Δ1 എന്താണോ അതിൻ്റെ മൈനസ് ആയിരിക്കില്ലേ? രണ്ട് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ മൈനസിൻ്റെ ഡിഫറൻസ് അല്ലേ വരുന്നത്? നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. Δ3 എന്ന് പറയുന്നത് Δ1ലെ ഫസ്റ്റ് കോളവും തേർഡ് കോളവും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ Δ1ൻ്റെ അതേ വാല്യൂ തന്നെയായിരിക്കും ആർക്കുള്ളത്? Δ3ക്കുള്ളത്. പക്ഷെ ഒരു മൈനസിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ പറയാൻ പറ്റും. എത്രയാണ്? mu മൈനസ് 15 ഇൻറ്റു mu മൈനസ് 1. അവിടെ 1 മൈനസ് മ്യൂ എന്നാണ് ഞാൻ എഴുതിയിരുന്നത്. മൈനസിൻ്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അത് തിരിച്ച് mu മൈനസ് 1 ആകും. അപ്പോൾ ഈ കേസിലും നമുക്ക് മനസ്സിലായി Δ3 0 ആകണമെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 15 ആകണം. ശരിയല്ലേ? ഇനി നമുക്ക് ഓപ്ഷൻ 3യിലേക്ക് വരാം. ഓപ്ഷൻ 3യിൽ പറഞ്ഞിരിക്കുന്നത് ലാംഡ ഈക്വൽ ടു 2 1/2. ലാംഡ ഈക്വൽ ടു 1/2 ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഡെൽറ്റ എന്ന് പറയുന്നത് 0. ശരിയല്ലേ? അപ്പോൾ ഡെൽറ്റ 0 ആണ്. ഡെൽറ്റ 0 ആണെങ്കിൽ നമുക്കറിയാം ഒന്നുകിൽ നോ സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് Δ1 Δ2 Δ3യുടെ കാര്യം നോക്കാം. അവർ പറഞ്ഞിരിക്കുന്നത് mu 15 ആണ്. mu 15 ആയതുകൊണ്ട് നോക്കിയേ Δ1 0 അല്ലേ? അപ്പോൾ Δ1 0 ആയി. ഇനി Δ2 എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആണെന്ന് കിട്ടിയല്ലോ. അതിന് മ്യൂവിന് ഇന്ന വാല്യൂ കൊടുക്കുമൊന്നും വേണ്ട, അത് നമുക്ക് മനസ്സിലായതാണ്. ഇനി നമുക്ക് Δ3 നോക്കാം. mu 15 എന്ന് പറഞ്ഞത് കൊണ്ട് Δ3 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 0 അല്ലേ വരിക? അപ്പോൾ Δ3യും 0 ആണ്. അതായത് ഡെൽറ്റ 0 ആണ്. അതോടൊപ്പം തന്നെ Δ1 Δ2 Δ3 എല്ലാം 0 ആയി. ഇങ്ങനെ വരുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസിൻ്റെ കേസാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയായ കാര്യമാണല്ലോ.
അപ്പോൾ ഓപ്ഷൻ 3യും ശരിയാണ്. നേരത്തെ തന്നെ നമുക്ക് 4ഉം 1ഉം ശരിയാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3യും ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ തെറ്റായത് ഒരു സംശയം വേണ്ട, ഓപ്ഷൻ 2 തന്നെയായിരിക്കുമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് അത് തെറ്റാകുന്നത് നോക്കാം. എന്തുകൊണ്ട് തെറ്റാകുന്നു? സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് ഇഫ് ലാംഡ ഈക്വൽ ടു 2 ആൻഡ് മ്യൂ നോട്ട് ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ലാംഡ ഈക്വൽ ടു 1/2 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ ഈക്വൽ ടു 0 തന്നെ. അപ്പോൾ ഡെൽറ്റ 0 ആണ്, ഓക്കെ. പക്ഷേ ഡെൽറ്റ 0 ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസും ആകാം, നോ സൊല്യൂഷൻസും ആകാം. നോ സൊല്യൂഷൻ ആകണമെങ്കിൽ എന്ത് വേണം? ഈ ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 എല്ലാം 0 ആകാൻ പാടില്ല അല്ലേ. ഒരെണ്ണമെങ്കിലും നോൺ 0 ആകണം. ഇനി അവർ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ മ്യൂ നോട്ട് ഈക്വൽ ടു 1 എന്നാണ്. മ്യൂ നോട്ട് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 എല്ലാം 0 ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഒന്നെങ്കിലും 0 അല്ലാതാകും എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. കാരണം എന്താ? മ്യൂ ഈക്വൽ ടു 1 വന്നാൽ ഇവിടെ പറയുന്നുണ്ട് മ്യൂ ഈക്വൽ ടു 1 വന്നാൽ ഡെൽറ്റ 1 0. പക്ഷേ മ്യൂ ഈക്വൽ ടു 1 അല്ലെങ്കിലും ഡെൽറ്റ 1ന് എന്താകാം? 0 ആയിക്കൂടെ? കാരണം മ്യൂ 15 വന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ മക്കളെ, ഇവർ മ്യൂ നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് മ്യൂ ഈക്വൽ ടു 15 എന്ന് എടുത്തൂടെ? മ്യൂ 1 അല്ലെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ മ്യൂ 15 ആയിട്ട് എടുക്കാമല്ലോ. മ്യൂ 15 ആയിട്ട് എടുത്താൽ ഇത് മൂന്നും എന്താകും? 0 ആകില്ലേ? എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയി പോകില്ലേ? അപ്പോൾ അവർ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ലാംഡ 1/2 എന്ന് പറഞ്ഞിരുന്നു ഓപ്ഷൻ 2ൽ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ 0 ആണ്, അത് നമ്മൾ സമ്മതിച്ചു. പക്ഷേ അടുത്തതായിട്ട് അവർ പറയുന്നത് മ്യൂ നോട്ട് ഈക്വൽ ടു 1 എന്നാണ്. പക്ഷേ മ്യൂ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ മ്യൂ 15 ആണെന്ന് വിചാരിച്ചൂടെ? മ്യൂ 15 ആണെങ്കിൽ നോക്കിയേ, ഡെൽറ്റ 1 0 ആകും, ഡെൽറ്റ 2 എന്തായാലും 0 ആകും, ഡെൽറ്റ 3യും 0 ആകത്തില്ലേ? അപ്പോൾ മൂന്നും ഒരുപോലെ 0 ആയാൽ അത് ഇൻകൺസിസ്റ്റൻസിയുടെ കേസ് അല്ല, മറിച്ച് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസിൻ്റെ കേസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് തെറ്റായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ക്ലിയർ ആണല്ലോ?